വ്യത്യസ്തമായ കാഴ്ചകൾ ഉണ്ടാകുമ്പോഴാണല്ലോ ജീവിതം മനോഹരമാകുന്നത്. അപ്പോൾ വ്യത്യസ്തമായ കാഴ്ചകളുള്ള ദിവസമാണ് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനൊരു ഡേ ആൻഡ് മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു ദിവസം വൈകുന്നേരം തൊട്ട് പിറ്റേ ദിവസം വൈകുന്നേരം വരെയുള്ള ഒരു കാഴ്ചകളാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ആറാട്ടുപുഴ പൂരത്തിന് പോവാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അന്ന് വൈകുന്നേരം അങ്ങനെ പൂരത്തിന് പോയപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്ത് തുടങ്ങാനുണ്ടായത്. അപ്പോൾ നാളത്തെ ദിവസം കൂടി ഉണ്ട് കേട്ടോ. നാളെ ഓശാനിയാണ്, അപ്പോൾ നാളത്തെ ദിവസം കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും പാർട്ട്നേഴ്സ് ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ അതേ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആറാട്ടുപുഴ പൂരത്തിന്. ഞങ്ങളങ്ങനെ പോകണം എന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് പോകാമെന്ന് തീരുമാനം എടുത്തതാണ്. അപ്പോൾ എന്തായാലും വലിയൊരു പൂരമാണല്ലോ, അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കാണാം. നമ്മൾ ജീവിച്ചിരുന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടില്ല എന്ന് പറയുമ്പോൾ മോശമല്ലേ. നമുക്ക് കാണാൻ സൗകര്യങ്ങൾ അല്ലെങ്കിൽ കാണാനൊരു വഴി ഉണ്ടെങ്കിൽ നമുക്കത് കാണാമെന്നുള്ളതാണല്ലോ നല്ലൊരു കാര്യം. നമുക്ക് കാണാനൊരു ഓപ്ഷൻ ഉണ്ടായിട്ട് നമ്മളത് വേണ്ടാന്ന് വെക്കണ്ടല്ലോ. അപ്പോൾ ഞങ്ങളവിടെ എത്താറായിട്ടോ. അപ്പോൾ അതായത് ആ പോണ വഴിക്ക് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എത്താറാവും. അങ്ങോട്ട് അടുക്കും തോറും എന്താ പറയുക, വണ്ടികളുടെ എണ്ണം ബ്ലോക്കുകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്രയേക്കാളും തൊട്ട് മുന്നേ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് പോകുമ്പോൾ എന്താ പറയുക, ഒരു റെയിൽവേ ക്രോസ് കടന്നിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റെയിൽവേ ക്രോസിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് ഗേറ്റ് അടച്ചിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തതാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ട്രെയിൻ കാണുന്നത്. കുറേ വർഷങ്ങളായിട്ടുണ്ട്, 6-7 വർഷമായിട്ടുണ്ട് ട്രെയിനിൽ കയറിയിട്ട് എന്നുള്ളത്. കണ്ടിട്ടുള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും ഈ ദിവസം ആദ്യമായിട്ടാണ് ട്രെയിൻ കാണുന്നത്. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇത്രയും വലിയൊരു വണ്ടിയോ എന്നുള്ള ഒരു ഇതിലായിരുന്നു ആൾ. എന്താ സംഭവം എന്ന് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ യാത്രക്കാരെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ യാത്രയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള തിരക്കുകളാണല്ലോ എപ്പോഴും. അപ്പോൾ അങ്ങനെ അവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ആറാട്ടുപുഴ എത്തി. ബൈക്കൊക്കെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് എന്നിട്ട് ഒരു 2 കിലോമീറ്ററോളം നടക്കണമായിരുന്നു പൂരം നടക്കണോടത്തേക്ക്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നടുക്കിൽ ഇങ്ങനെ റോഡ് 2 സൈഡിലും എന്താ പറയുക, പാടം പോലെയായിരുന്നു കേട്ടോ. 2 സൈഡിലും പാടം പോലെയായിരുന്നു. അതുകൊണ്ട് നടുക്കിക്കോട് റോഡ്. അങ്ങനെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇവിടേക്ക് ആയിട്ട് ഓരോ വീടുകളുണ്ട്. അപ്പോൾ ആ വീടുകളിൽ ഇട്ടോണ ലൈറ്റാണ് ഞാൻ കാണിച്ചത്. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ പന്തലിൻ്റെ അവിടെ എത്തി. ഫസ്റ്റത്തെ പന്തലിൻ്റെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ പന്തലൊക്കെ കണ്ട് ആളുകളുണ്ട്, അത്യാവശ്യത്തിന് ആളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ കോവിഡൊക്കെ ആളുകൾ ഒരുവിധം മറന്നു എന്നാണ് എനിക്ക് തോന്നിയത് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ. അപ്പോൾ ലൈറ്റ് കത്തണ ബലൂണും വർണ്ണ ശബലമായ കാഴ്ചകളും ഒക്കെ ആയിട്ട് പൂരം തകൃതിയായിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന് തിരിച്ചു വരുന്ന സമയത്താവുമ്പോഴേക്കും എന്താ പറയുക, പൂരമൊക്കെ ഒരുവിധം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പൂരം നടക്കുന്നത് ശരിക്കും വൈകിട്ടാണ്. വൈകിട്ടെന്ന് പറഞ്ഞാൽ പുലർച്ചെ ആ ഒരു ടൈമിലൊക്കെയാണ് കേട്ടോ. 12 മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ 9 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തുന്ന രീതിയിലാണ് പോയി വന്നത്. അപ്പോൾ ആന നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ആ ഭാഗം എത്തുമ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്ക് എന്ന് പറയാൻ ഉണ്ടായിരുന്നു. അത്യാവശ്യം വലിയതായിട്ടില്ല, എന്നാലും നമ്മൾ കുറച്ചൊക്കെ സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്തു. നമ്മൾ ഒതുങ്ങി നടന്നു പോയി കണ്ടു, അങ്ങനെ ഇനി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കൊറോണനെ നോക്കി നിന്നാൽ നമുക്കിതൊക്കെ കാഴ്ചകളെല്ലാം മിസ്സായി പോകും. അപ്പോൾ ഇനി എന്ന് കാണാൻ, അപ്പോൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ വരാൻ അനുമതി കിട്ടിയില്ല. അപ്പോൾ പിന്നെ കോവിഡിനെ നമ്മൾ തോൽപ്പിച്ചു എന്നാണ് തോന്നുന്നുണ്ട് അതിൻ്റെ അർത്ഥം. വരുന്നവർ അനുഭവിക്കുക, അങ്ങനെ പറയാനാണ് ഇനി പറ്റുള്ളൂ. അപ്പം എന്താ പറയുക, നമ്മളത് ഈ അമ്പലം ഇതാണ്. അമ്പലത്തിൻ്റെ മുന്നിൽ സൈഡിലായിട്ടാണ് തോന്നുന്നുണ്ട് ആനകൾ നിൽക്കുന്നത്. 32-40 ആന അങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ. ഞങ്ങൾ വന്നപ്പോൾ അത്ര ആനയൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു 10-15 എണ്ണം ഒക്കെയാണ് നിരന്ന് നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആനയൊക്കെ നെറ്റിപ്പട്ടൊക്കെ കെട്ടി. ഞാൻ കാണുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ്. ഇപ്പോൾ പ്രഗ്നൻസിൻ്റെ റെസ്റ്റ് കഴിഞ്ഞപ്പോൾ കൊറോണ വന്നു, കോവിഡ് മാറുന്ന ഒരു ലക്ഷണമില്ല. അപ്പോൾ അങ്ങനെ ആഘോഷങ്ങളെല്ലാം ഇല്ലാതെയായി. അപ്പോൾ ഞാൻ കാണുന്നത് വളരെ വർഷങ്ങൾ, ഒരു 1-1.5-2 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ കാണുന്നത്. നമുക്ക് നല്ല മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ചകളാണല്ലോ. ലൈറ്റൊക്കെ ഇട്ട് പൂരവും അമ്പലമൊക്കെ നല്ല രസമായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ദിവസത്തിന് നല്ല ഇഷ്ടമായി. ആനേനെയൊക്കെ കണ്ടിട്ട് നല്ല ഇഷ്ടമായി ഈ ദിവസത്തിന്. അപ്പോൾ ഇങ്ങനെ നെറ്റിപ്പട്ടൊന്നും ചുറ്റിയിട്ട് ഇത്രയും ആനകൾ ഒരുമിച്ച് അവൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആൾ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആനേനെ കാണുന്നതിനേക്കാളും ഇൻട്രസ്റ്റ്. അപ്പോൾ അവനെ പൊക്കിയൊക്കെ പിടിച്ച് കാണിച്ചു കൊടുത്തിട്ട്, അപ്പോൾ അവൻ ആനേനെ കാണുമ്പോൾ ഇങ്ങനെ ചൂണ്ടിയൊക്കെ കാണിച്ച് തന്ന് അങ്ങനെ രസകരമായിട്ട് ഞങ്ങൾ ആനേനെയൊക്കെ കണ്ട് തിരിച്ചു വന്നു. പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കാണാനില്ലെങ്കിൽ പോലും ഞാൻ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പോയി നമ്മൾ ആനേനെയൊക്കെ ഒന്ന് കണ്ടു, അമ്പലത്തിൽ ലൈറ്റ് ഇട്ടതൊക്കെ ഒന്ന് കണ്ടു, തിരിച്ചു പോരാനുണ്ടായത്. വേറെ ഇതൊന്നുമില്ല. പക്ഷേ അങ്ങനെ കുറച്ച് നേരമൊക്കെ നടന്ന് നമ്മളതിനെ പോയി വരുമ്പോൾ നല്ലൊരു ഔട്ടിങ് പോയ ഫീലാണല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ തലയിൽ ഈ ഒരു സംഭവം മേടിച്ച് വെച്ചോട്ടെ. ഞാനത് കുറേ നാളായി വിചാരിക്കുന്നത്. എല്ലാവരും മറ്റേ ഒരു കൊമ്പ് പോലത്തെ, ഒരു റെഡ് കളർ കൊമ്പ് പോലത്തെയാണ് എല്ലാവരും മേടിക്കുന്നത് കണ്ടത്. അപ്പോൾ എനിക്ക് അത് വയ്ക്കാൻ എന്താ പോലെ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ബട്ടർഫ്ലൈൻ്റെ പോലത്തെ ഇത് ഞാൻ വാങ്ങിച്ച് തലയിൽ വെച്ചു. പൂരത്തിന് മാത്രമാണ് ഇങ്ങനത്തെയൊക്കെ കൂടുതലായിട്ട് കിട്ടുള്ളൂ. ദിവസത്തിന് വെക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചത്. പക്ഷേ അവൻ തലയിലൊന്നും വെക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ മേടിച്ച് വെച്ചു.
എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കുറേ നാളായി മേടിക്കണം എന്ന് വിചാരിച്ചിട്ടിരിക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് 2-3 ക്ലിപ്പിംഗ് ആയിട്ട് ആ വീഡിയോ എൻ്റെ തലയിൽ വെച്ചത് എടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞതേ ഞങ്ങൾ തിരിച്ചു പോകാൻ കേട്ടോ. അപ്പോൾ ഈ ദിവസം ഈ ലൈറ്റ് കത്തുന്ന ഒരു ബലൂണും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമ്മൾ വഴിയോര കാഴ്ചകളായിട്ട് നിങ്ങളിപ്പോൾ നേരത്തെ കണ്ട കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ദിവസം ഈ ഒരു കറങ്ങുന്ന ഓടിച്ച് നടക്കുന്ന ഒരു വണ്ടി പോലത്തെ വണ്ടി അല്ല, ഇങ്ങനെ നമ്മൾ പണ്ടത്തെ കാലത്തുള്ള ഒരു സാധനമാണെന്നുള്ളത് അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനത് ഇപ്പം തന്നെ ഓടിക്കണം. അതിലത്തെ ലൈറ്റും കാര്യങ്ങളും കണ്ടിട്ട് ഭയങ്കര വാശിയാണ് ചില സമയത്ത്. അപ്പോൾ റോട്ടിലാണെങ്കിൽ നല്ല റോഡാകുമ്പോൾ നല്ല ഗ്രിപ്പ് ഉണ്ട്. പെട്ടെന്ന് അവൻ്റെ പരത്തൊന്ന് തിരിക്കുമ്പോൾ തന്നെ സൗണ്ടൊക്കെ വന്നത് തിരിയുന്നുണ്ട്. അവൻ അപ്പം തന്നെ ഓടിക്കണം എന്നുള്ളൊരു വാശി പിടിച്ചപ്പോൾ അപ്പോൾ ഒരു ആന വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആനേനെ കാണാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നപ്പോൾ അവനെ ഞാൻ കുറച്ച് നേരം നിലത്തിറക്കി നിർത്തിയിട്ട് കുറച്ച് നേരം അവനൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഓടിപ്പിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാഴ്ചകൾ. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോന്നു. പിന്നെ ഒരു ദിവസം ഭക്ഷണം കൊടുത്താൽ കിടന്നുറങ്ങാനുണ്ടായത്. അപ്പോൾ ഇനി ഇത് അടുത്ത ദിവസം ശനിയാഴ്ച, വെള്ളിയാഴ്ച ഇരുന്ന് ആറാട്ടുപുഴ പൂരം, ശനിയാഴ്ച വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നാളെ ഓശാനയാണ്. നമ്മൾ മീനും ബീഫും വയ്ക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ വറക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ മീൻ വറക്കണത് എൻ്റെ ഒരു രീതിയിൽ വറക്കുന്നൊരു ഇതാണ് കേട്ടോ. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെന്തിട്ടാ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് പൊടികൾ ഇത്ര ഇടുക കേട്ടോ. നമ്മൾ സാധാരണ പൊടി വിട്ടിട്ട് അരിപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്തത്. കോൺഫ്ലവർ ആഡ് ചെയ്യണമെങ്കിൽ കോൺഫ്ലവർ ആഡ് ചെയ്യാം. അങ്ങനെ ഇട്ടിട്ട് നമ്മളതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടൊരു എന്താ പറയുക ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കുക. ആ പൊടികളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഈ ഒരു കൺസിസ്റ്റൻസിന് ഒരു പേസ്റ്റ് രൂപത്തിൽ നമ്മളാക്കിയെടുക്കുക. അപ്പോൾ ഇത് ഓശാനയുടെ തലേ ദിവസം ശനിയാഴ്ച വൈകുന്നേരമാണ് ഞാൻ ചെയ്യണം. അപ്പോൾ മീൻ വറക്കാൻ വേണ്ടിയിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതിലേക്ക് മീനൊക്കെ ഇട്ടിട്ട് നന്നായി തിരുമ്പി വയ്ക്കുക. നമ്മൾ പൊടികൾ ഡയറക്റ്റായിട്ട് മീനിലേക്ക് ഇട്ട് അതെന്താണെങ്കിലും അരിപ്പൊടി വേണ്ട, സാധാരണ പോലെ നമ്മൾ മീൻ വറക്കുകയാണെങ്കിലും ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ ഇവിടെയൊക്കെ പിടിക്കും. എന്താ പറയുക അതിൻ്റെ നല്ല ഉള്ളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് നല്ല ടേസ്റ്റായിട്ട് അത് പിടിക്കണമെങ്കിൽ എപ്പോഴും നിങ്ങൾ എന്ത് ചേർക്കുക, എന്ത് രീതിയിലാണോ നിങ്ങൾ മീൻ വറക്കണം. അപ്പോൾ ആ പൊടികളെല്ലാം കൂടി ഒന്ന് വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് മീനിലേക്ക് പെരട്ടി വെച്ചാൽ നല്ല രീതിയിൽ തന്നെ മീനിലേക്ക് എത്തും. അത് കഴിഞ്ഞിട്ട് ഞാൻ മീൻകറി വെക്കാൻ വേണ്ടി പോകണം. മീൻകറി തലേ ദിവസം വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ഓശാനയ്ക്ക് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു സംഭവമാണ് കോഴിക്കോട്ട എന്നാണ് ഞങ്ങൾ തൃശ്ശൂർ ഭാഷയിൽ പറയുക. കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ടാവും. ശരിക്കും പറയുക കോഴിക്കോട്ട എന്നൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ ശരിക്കുള്ള പേര്, അല്ലെങ്കിൽ ശരിക്കും അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. അത് ഞാൻ പറയാം. അപ്പോൾ നമ്മളത് ഉണ്ടാക്കണം. അപ്പോൾ അത് ഞാൻ അമ്മയാണ് ഉണ്ടാക്കണത്, എനിക്കത് ഉണ്ടാക്കാൻ അറിയത്തില്ല. അതാണ് സത്യാവസ്ഥ. അപ്പോൾ ഞാൻ സബോളയൊക്കെ അരിഞ്ഞിട്ട് മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നാളെ ബീഫ് വയ്ക്കാം. അപ്പം ബീഫ് മീൻകറി. അപ്പം നൊയമ്പ് എടുത്തിട്ടില്ല ഇപ്രാവശ്യം. അപ്പോൾ അത് കാരണം കൊണ്ട് എന്തായാലും പിന്നെ നോൺ വെജാണ്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ സാമ്പാർ ക്യാബേജ് അങ്ങനെയൊക്കെ വയ്ക്കുകയാണ് ചെയ്യാറ് ഓശാനയ്ക്ക്. അപ്പോൾ നൊയമ്പില്ലാത്ത കാരണം നമ്മൾ ലാവിഷായിട്ട് നമ്മുടെ മീൻകറിയും ബീഫും വെച്ച് കഴിക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതേ സബോളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നമ്മൾ സാധാരണ പോലെ അരിഞ്ഞ് വേപ്പിലൊക്കെ അരിഞ്ഞതിൽ കിട്ടും. അപ്പോൾ നമ്മളിത് കൊഴുക്കട്ടയിലേക്ക് നാളികേരത്തിലെ ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അരി വറുത്ത് പൊടിച്ചിട്ടിടും. നാളികേരം വെള്ളത്തിലൊരുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പഞ്ചസാരയിലാണ് ഞങ്ങൾ ചെയ്തത് കേട്ടോ. അപ്പോൾ അതേ ഞാൻ മീൻകറി വയറ്റിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും വേപ്പിൻ്റെ ഇലയും പിന്നെന്താ വെളുത്തുള്ളി 2 പൊറ്റ് മതിയിട്ട്, 2 പൊറ്റല്ല 2 അല്ലി മതിയിട്ട്, അത്രയൊക്കെ മതി, 2-3 അല്ലി മതി. അതൊക്കെ ഇട്ട് വയറ്റിയതിന് ശേഷം അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, പിന്നെ വേണമെങ്കിൽ കുറച്ച് കളറിന് കാശ്മീരി മുളക് പൊടി ലേശം. പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ ഇവിടെ മഞ്ഞ കളറുള്ള മീൻകറിയാണ് ഇഷ്ടം. അപ്പോൾ അതാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്തില്ല. അപ്പോൾ ഇത്ര ഇട്ട് നന്നായി ഒന്നുകൂടി വയറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ അതിലോട്ട് നമ്മൾ വെക്കാൻ വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ലേശം വെള്ളം ഒഴിച്ചിട്ട് അത് വേവിച്ചെടുക്കുക. ആ വെള്ളത്തിൽ അത് വേവണം. അതിന് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പാലുകളൊക്കെ 2ാം പാലായാലും 1ാം പാലൊക്കെ ആയാലും ആഡ് ചെയ്യാറുള്ളൂ.
അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് നന്നായി കുറുകി വേവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ നന്നായി ഉപ്പും നമ്മൾ ആഡ് ചെയ്ത പൊടികളൊക്കെ ആ മീനിൽ നമ്മളൊന്നും പെരട്ടി വെച്ചിട്ടില്ല, അപ്പോൾ അതൊക്കെ അതിലേക്ക് പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതേ ഒരുവിധം മീൻകറി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വെന്തോ അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ സ്വന്തം മീൻ വറുത്തതിനെ മറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട്, ഒരു സൈഡ് മൊരിഞ്ഞിട്ട് വേണം മറച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീൻ വറുത്തത് ഇങ്ങനെ മൊരിയനെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും. ചോറ് ഒരിക്കലും ചോറുണ്ണാൻ മീൻ കറി മാത്രം മതിയില്ലേ. എനിക്ക് പക്ഷേ മീൻ കറി മാത്രം പോരട്ടോ, മീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ളൂ. തന്നെ മീൻ കറി കൂട്ടി ഞാൻ ചോറുന്നില്ല. അപ്പോൾ അതിന് ശേഷം അതൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോൾ ഞാൻ നമ്മുടെ രണ്ടാം പാല് വെള്ളം കൂട്ടി അടിച്ച രണ്ടാം പാലുണ്ടല്ലോ, അപ്പോൾ അതൊഴിച്ചു. അപ്പോൾ ഇത്തിരി അധികം വെക്കുന്നുണ്ട് കേട്ടോ, കാരണം ഇവിടെ എല്ലാവരും മീനിൻ്റെ ചാറ് മാത്രമാണ് കൂട്ടുള്ളൂ, കഷ്ണം കൂട്ടില്ല. ചാറ് നന്നായിട്ട് വേണം. അപ്പോൾ അത് കാരണം കുറച്ചധികം പാലന്നെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാം പാലൊക്കെ ഒഴിച്ച് വെന്ത് വന്നതിന് ശേഷം പുളി പിഴിഞ്ഞൊഴിച്ചു. സാധാരണ പുളി നമ്മുടെ കോൽപ്പുളി പിഴിഞ്ഞൊഴിക്കാണ് ഉണ്ടായത്. അതിനുശേഷം ഒന്നാം പാൽ ഒഴിച്ചു. ഒന്നാം പാൽ ഒഴിച്ചിട്ട് പിന്നെ തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതേ മീൻ വറുത്തത് അവിടെ മുരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതേ ഞാൻ മീൻ കറി റെഡി ആയിട്ടോ. മീൻ അത്രേ ഉള്ളൂ. മീൻ കറി വെക്കാൻ എളുപ്പമാണ്. ഈ പാല് പിടിയൽ, നാളികേരം ചിരകൽ, അങ്ങനത്തെ പണികളൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ട്. വെക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഗ്യാസ് മേലേക്ക് ചട്ടി കയറ്റുമ്പോഴേക്കും റെഡിയായി വരുന്ന ഒരു കറിയാണ് സത്യത്തിൽ മീൻ കറി. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ താളിച്ചിടുക എന്നൊക്കെ പറയില്ലേ, കാച്ചാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുവന്നുള്ളി ഉണ്ടായിരുന്നില്ല, അപ്പോൾ കുഞ്ഞൊരു സബോളയുടെ കുഞ്ഞു അരിഞ്ഞ്, സൂത്രപ്പണികളാണല്ലോ നമ്മളെ അടുക്കള പണിയിലെ കലാകാരികളാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുനുകുനുന്ന് അരിഞ്ഞ് ചുവന്നുള്ളി പോലെ തന്നെ നമ്മൾ സബോളേനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്നിട്ട് അതിലേക്ക് ഒരു നുള്ളു മുളക് പൊടി ഇട്ടിട്ട്, അപ്പോൾ ഒരു പ്രത്യേക രസമാണ് അത് കാച്ചിട്ട് അതിലിടുമ്പോൾ. നൈസായിട്ട് കരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതാരും മൈൻഡ് ചെയ്യേണ്ട. പക്ഷേ ടേസ്റ്റിനൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു തുണ്ട് നമ്മൾ കാച്ചെടുക്കുമ്പോൾ ലേശം ഉണ്ടോ കുറവൊന്നും ഉണ്ടായിരിക്കും. എരിവ് കുറവാണെങ്കിൽ കുറച്ച് അധികം കിട്ടുള്ളൂ. എരിവ് ഉണ്ടെങ്കിൽ ഇങ്ങനെ തുണ്ട് മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. അപ്പം നമ്മൾ ഷാപ്പിലൊക്കെ അറിയുന്നൊക്കെ പറയുന്ന പോലെ കാണുമ്പോൾ ഉണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാണുമ്പോൾ എന്തായാലും നല്ല ലുക്കിൽ തന്നെ മീൻകറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. അപ്പോൾ അതേ നമ്മൾ എനിക്ക് കോഴിക്കോട്ട എന്ന വായിൽ വരുന്നത്. കോഴിക്കോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടി കുഴയ്ക്കാണ് കേട്ടോ. ചൂടുവെള്ളത്തിൽ നമ്മുടെ അരിപ്പൊടി കുഴച്ച് എടുക്കുകയാണ് കോഴിക്കോട്ടയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മച്ചാണ് ഇത്ര ചെയ്യണത്, ഞാൻ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ കോഴിക്കോട്ടെ എങ്ങനെ ഞാൻ ഉരുട്ടിയാലും അത് ശരിയാവില്ല, ഭയങ്കര കനം വരും, എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വെള്ളം ഉണ്ടായിരുന്നില്ല, പഞ്ചസാരയിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ പഞ്ചസാര ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ, ഒന്ന് ഉരുക്കിയെടുത്തിട്ട് ഇതിലേക്ക് നാളികേരം ഇട്ടിട്ട് ആ നാളികേരത്തിന് എന്താ പറയുക ഒരു സപ്പോർട്ടീവായിട്ട്, അല്ലെങ്കിൽ നാളികേരത്തിന് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അരി വറുത്തില്ല നേരത്തെ. അപ്പോൾ ആ അരി വറുത്ത് പൊടിച്ചതും കൂടി അതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ കണ്ടോ, അപ്പോൾ ഇങ്ങനെ ഒരു രൂപത്തിലാണ് വരിക. അപ്പോൾ വെള്ളത്തിലുണ്ടാക്കുകയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും കേട്ടോ. ഇത് പഞ്ചസാരയിലായ കാരണമാണ് കളർ ലേശം കുറവ്, പക്ഷേ ടേസ്റ്റ് സൂപ്പറായിരുന്നു. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കി. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നടന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇത് കുഴയ്ക്കുകയാണ്. ഇത് കുഴയ്ക്കൽ ചൂടുവെള്ളത്തിൽ കുഴയ്ക്കും വേണം, നന്നായി കുഴ ശരിയാവും വേണം. അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്നവർക്ക് നല്ല എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇത് കുഴയ്ക്കാനും ഇതൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിങ്ങനെ ആ ഉരുട്ടി അതിൻ്റെ രൂപത്തിലേക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാം, പക്ഷേ എങ്ങനെ ഉണ്ടാക്കിയാലും ഭയങ്കര കനായിരിക്കും. നാളികേരം കിട്ടണമെങ്കിൽ എന്താ പറയുക 2 കിലോമീറ്റർ നടക്കണം എന്ന് പറഞ്ഞ പോലെ 2 കിലോമീറ്റർ കടിക്കണം, അത്രയ്ക്ക് കനം വരും ഞാൻ ഉണ്ടാക്കുമ്പോൾ. അത് കാരണം പിന്നെ ഞാൻ റിസ്ക് എടുക്കാൻ പോകാറില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അൽഫാം കിട്ടിയത്. ജിതുഞ്ഞേട്ടൻ പോയിട്ട് അൽഫാം വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഇന്ന് എന്തായാലും എന്താ പറയുക സമൃദ്ധിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ എന്തായാലും ആദ്യം അൽഫാം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അൽഫാം ആദ്യം കഴിച്ചു. അതിന് വെച്ചിട്ട് മീൻകറി എന്നെ മാടി വിളിക്കായിരുന്നു. മീൻകറീൻ്റെ മണം കേട്ടിട്ട് എനിക്ക് മീൻ കൂട്ടി ചോറിനാണ്ട് ഒരു സമാധാനമില്ല. അപ്പോൾ മീൻ കൂട്ടി ചോറും ഉണ്ട് കുറച്ച്. അതിന് നമ്മുടെ കോഴിക്കോട്ടയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് അങ്ങനെ കിടന്നുറങ്ങി. പിറ്റേ ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ രാവിലെ പള്ളിയിൽ പ്രദക്ഷിണത്തിന് പോയി. പ്രദക്ഷിണം സാധാരണ ഞങ്ങളുടെ അവിടെ സെൻട്രൽ കോഡ് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പട്ടിക്കാടാണ് വീട്. പട്ടിക്കാട് സെൻട്രൽ കോഡൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം അതൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് പള്ളിയുടെ കുരിശ് വരെയാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏദൂസിനെ കൊണ്ട് പോയി. ഏദൂസിൻ്റെ ആദ്യത്തെ ഓശാനല്ല, ഫസ്റ്റത്തെ ഓശാനയുടെ സമയത്ത് ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ അവൻ ആദ്യമായി പോകുന്ന ഓശാന പ്രദക്ഷിണം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഓശാന പ്രദക്ഷിണത്തിനൊക്കെ പോയി. അപ്പോൾ അതേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും മാസ്കൊക്കെ വെച്ച് അങ്ങനെ വന്നു. ഞങ്ങൾ പ്രദക്ഷിണത്തിന് എത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഏദൂസിൻ്റെ കയ്യിൽ ഓല കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ച സാധാരണ പോലെ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ വലിച്ചെറിയാണ് പതിവ്. പക്ഷേ ഇത് വലിച്ചെറിഞ്ഞില്ല കേട്ടോ. ആൾ കഴിയുന്ന വരെ കയ്യിലേ പിടിച്ച് നടന്നു. അപ്പോൾ അത് സന്തോഷമായി. അപ്പോൾ അവന് എന്തോ ഒരു നല്ല പുതുമ പോലെയുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതേ അച്ഛൻ ബാക്കിലാണ് കേട്ടോ വരിക. അച്ഛൻ ഇങ്ങനെ എന്താ പറയുക ഒരു മേക്കട്ടിക്കാല് എന്നാണ് ഇതിനെ പറയുക. അത് പിടിച്ചിട്ടുണ്ട്. ആടിയാണ് ഒരു കാല് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പിടിച്ച് അച്ഛൻ അങ്ങനെ പോയി. ഇതിപ്പോൾ പ്രദക്ഷിണം വളഞ്ഞതാണ്. അപ്പോൾ അതേ ഇതാണ് ഞങ്ങളുടെ പള്ളി. മുന്നേ വീഡിയോ കണ്ടിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. അപ്പോൾ അതേ പള്ളിയിലെത്തി.
സമയം 7 മണിക്കായിരുന്നു പ്രതീക്ഷണം. 7:30 ആകുമ്പോഴേക്കും 7:30 ആയില്ല, അപ്പോഴേക്കും കഴിഞ്ഞു. അതിനുശേഷം ഇനി ഇപ്പോൾ അച്ഛൻ എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ വരി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ ദിവസം ഇങ്ങനെ ഓലയും പട്ടൊക്കെ കണ്ടപ്പം ഞങ്ങൾ കാൽഡിയൻ സിറിയനാണ്, അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് കുരുത്തോലയുടെ ഒപ്പം ഇങ്ങനെ ഒരു പട്ടയും കൂടിയും കിട്ടും. അപ്പം അതിന് ശേഷം പിന്നെയുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പള്ളിയുടെ നടവാതിൽ ഇങ്ങനെ ഈ കുറ്റി വെച്ചിട്ട് തള്ളി തുറക്കുന്ന, കുരിശിൻ്റെ ബാക്ക് ഭാഗം വെച്ച് തള്ളി തുറക്കുന്ന ഒരു ചടങ്ങും കൂടി ഉണ്ട് കേട്ടോ. അപ്പം അതാണ് ഈ വീഡിയോ അത്ര ക്ലിയർ അല്ല, പക്ഷേ എന്നാലും ക്ഷമിക്കുക. അപ്പോൾ അതായത് ഇങ്ങനെ തുറന്നതിന് ശേഷമാണ് എല്ലാവരും അകത്ത് പ്രവേശിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് കുർബാനയൊക്കെ ഉണ്ട്. ഞങ്ങൾ കുർബാനയ്ക്ക് നിന്നില്ല, കാരണം കുറച്ച് വലിയ കുർബാനയാണ്. ഓൾറെഡി ഞങ്ങളുടെ കുർബാന കുറച്ച് വലുതാണ്. അപ്പോൾ ഈ ദിവസം ഡാഡി മമ്മിയും കുർബാനയ്ക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ദിവസത്തിനോട് യാത്രയൊക്കെ പറഞ്ഞ് പോവാണ്. അപ്പോൾ ഈ ദിവസം പള്ളിയൊക്കെ കണ്ടിട്ട് നോക്കുകയാണ്. അവൻ മാമൂദിസയ്ക്ക് വന്നതാണ്, പിന്നെ വന്നിട്ടില്ല ആൾ ഈ പള്ളിയിലേക്ക്. അപ്പോൾ അതേ ആൾ കുരുത്തോലയൊക്കെ പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി ഒരു കോഴിക്കട്ടയൊക്കെ കഴിച്ചതിന് ശേഷം എൻ്റെ വീട്ടിൽ കോഴിക്കോട്ടെ നിന്നെ വയൽ വെള്ളം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കുർബാന കഴിഞ്ഞ് അവർ വന്നതിന് ശേഷമാണ് ഞങ്ങൾ പോയത്. ഒരു 11 മണി ആ സമയമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഈ ദിവസം വന്നിട്ട് ഉറങ്ങി എഴുന്നേറ്റിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പം നമ്മുടെ തൂക്ക് ചോറ് പാത്രത്തിൽ കോഴിക്കോട്ട കൊണ്ടുകൊടുത്തപ്പോൾ ആദ്യം ഈ ദിവസം വലിയ കാര്യമായിട്ട് കൊണ്ടുകൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞ് പോരണേക്കാളും മുന്നേ ആ പാത്രം തിരിച്ചു മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആൾ നിന്നിരുന്നത്. മമ്മി അങ്ങോട്ട് ചോദിക്കുമ്പോൾ അവൻ എറിഞ്ഞ് എന്താ പറയുക, അവൻ ആവശ്യമായിരുന്നു ആ പാത്രം, അതുപോലെ ഞാൻ കാണിച്ചത്. അപ്പോൾ കോഴിക്കട്ട് ഉണ്ടാക്കാതിരുന്നതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, അവിടെ അടുക്കളയിൽ മോഡുലാർ കിച്ചൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇങ്ങനെ മുകളിലുള്ള ഈ അലമാരകളൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല. പണ്ട് വീഡിയോ കണ്ടിരിക്കാൻ പ്ലെയിനായിട്ടൊരു ചുമരായിട്ടാണ് കിടന്നിരുന്നത്. അപ്പോൾ നമ്മൾ ബോർഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കള്ളികൾ തിരിച്ചു വെക്കുകയാണ്. ഇനി അലുമിനിയം ഫാബ്രിക്കേഷൻ കൊണ്ട് ഡോറൊക്കെ വെക്കണം. അപ്പോൾ ബോർഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കള്ളികൾ തിരിച്ചു, അപ്പോൾ ഇങ്ങനെ ഫുള്ളിങ്ങനെ മെസ്സിയായിട്ട് കിടന്ന കാരണം ഇപ്പോൾ ഈ ബോർഡിൻ്റെ പണി ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കോഴിക്കോട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ ഭയങ്കര പൊടിയായിരുന്നു, എന്തോരം തുടച്ചാലും പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആകെ എന്തായി കിടക്കുന്ന കാരണം ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്തിരി സമാധാനത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ ഇത് ഉണ്ടാക്കൽ, പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കി തരാനൊന്നും പറ്റില്ല. അപ്പോൾ അത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിപ്പോൾ ബോർഡ് വെച്ചിട്ടാണ്, പക്ഷെ നല്ല ഫിനിഷിങ് ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിനി നിങ്ങൾക്കൊരു ചിരവ പരിചയപ്പെടുത്താം. ഇത് നമുക്ക് യൂസ്ഫുള്ളാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും മോഡുലാർ കിച്ചൺ അല്ലെങ്കിൽ ഡോറൊക്കെ വെച്ചിട്ടുള്ള കിച്ചൺ ചെയ്യണ കാരണം നമുക്ക് ഈ ചിരവ ചിരവ പിടിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ചിരവ ചിലവർക്ക് അറിയണ്ടായിരിക്കും, ഞാൻ കണ്ടപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ചാരി നിന്നിട്ട് ചെരുകാം. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യം കഴിഞ്ഞ് ഊരി വയ്ക്കാം. അപ്പോൾ ആവശ്യത്തിൻ്റെ സമയത്ത് നമുക്ക് ഒരു ഡോറ് തുറന്നിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ചെരുകാമല്ലോ. അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഡോർ ഇരിക്കുമ്പോൾ നമുക്ക് ചിരവ നമ്മുടെ ഗ്രാനൈറ്റും അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പും പിടിപ്പിക്കാൻ പറ്റാത്ത കാരണമാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്കതിങ്ങനെ ചേർത്ത് ഒരു ഡോർ തുറന്നിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പും വെച്ചിട്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ചാരി നിന്ന് കഴിഞ്ഞാൽ അതൊരു സ്ഥലത്തേക്കും പോവില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി കുറച്ച് നേരം അവിടെ നിന്നുള്ളൂ കേട്ടോ. വീട്ടിലെത്തിയതിന് ശേഷം ഈ ഒരു സംഭവങ്ങളൊക്കെ ഒട്ടിക്കലായിരുന്നു. ഈ ദിവസത്തിൻ്റെ ബർത്ത്ഡേൻ്റെ കാർബൺ കാര്യങ്ങളൊക്കെ റൂമിൽ ഒട്ടിക്കലായിരുന്നു കുറേ നാൾ. അത് ഈ അടുത്ത് പ്രിൻ്റ് അടിച്ച് കിട്ടിയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നുണ്ടായിരുന്നു, അത് നമ്മൾ ഹാളിലും പുറത്തൊക്കെ ഒട്ടിച്ചു. അപ്പോൾ റൂമിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു കലണ്ടറൊക്കെ അടിച്ച് അതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ എർത്തിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു ചേട്ടൻ. നമ്മളിങ്ങനെ എർത്ത് കൊടുക്കില്ലേ, അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെന്തോ ഒരു കംപ്ലൈൻറ്റ് വന്നതിൻ്റെ കാരണം അത് മാറ്റിയിട്ട് പുതിയത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ അതിൻ്റെ പണിയെ തിരക്കിലാണ്. അപ്പോൾ എർത്തിങ്ങിൻ്റെ കമ്പിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ. അപ്പോൾ അത് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ കാര്യത്തിന് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് ചേട്ടൻ. നല്ല അധ്വാനിയാണ്. അപ്പം എന്താ പറയുക, അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എർത്തിങ്ങൊക്കെ ചെയ്തില്ലെങ്കിൽ കംപ്ലൈൻ്റ് ഒക്കെ ആവുമല്ലോ. അപ്പോൾ ഇത് കോപ്പറാണെന്നാണ് പറഞ്ഞത്. എനിക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. കോപ്പറിൻ്റെ കമ്പിയാണ്. അപ്പോൾ അത് കുഴിയിലേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. അത് ആദ്യം ഇറക്കി വെച്ചിട്ട് നമ്മൾ മെയിൻ സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റീഡിംഗ് ഒക്കെ എടുക്കുന്ന മീറ്ററിൻ്റെ ഉള്ളിൽ നിന്നാണ് കമ്പി വലിച്ചിട്ട് എർത്തിങ് കൊടുക്കുക. അപ്പോൾ അതേ മീറ്ററൊക്കെ തുറന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മീറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റേ കോപ്പറിൻ്റെ വയറ എന്തൊക്കെയോ കണക്ഷൻ കൊടുത്ത് നമ്മൾ അടിയിലേക്ക് ആക്കി ഈ കമ്പി ഉണ്ടല്ലോ കോപ്പറിൻ്റെ കമ്പിമേ ചുറ്റി പിന്നെ കമ്പി എർത്ത് കോമ്പൗണ്ട് ഇട്ടിട്ട് മൂടുന്നതാണ് പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിങ്ങനെ ചുറ്റി കൊടുത്തു. എനിക്കിതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ പോലും ഞാൻ കണ്ട കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ കുറേ പറഞ്ഞു തന്നു, പക്ഷേ എനിക്കതൊന്നും മനസ്സിലായില്ല. അപ്പം അതിൻ്റെ കമ്പിയിലേക്കൊക്കെ എന്തൊക്കെയോ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ കുഴി മൂടണം. അപ്പോൾ കുഴി മൂടിനേക്കാളും മുന്നേ അതിലേക്ക് എർത്ത് കോമ്പൗണ്ട്, പണ്ടത്തെ കാലത്ത് ചിരട്ടക്കരി
പിന്നെന്താ അങ്ങനെ എന്തൊക്കെ മണൽ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളാണ് ഈ കുഴിയിലിടാന്ന്. ഇപ്പോൾ യുഗം മാറിയല്ലോ, അതിനൊക്കെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിനും എർത്ത് കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പൊടി മേടിക്കാൻ കിട്ടുന്നു. അപ്പോൾ അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഇടണ്ട. അപ്പോൾ അതിട്ട് നന്നായി വെള്ളം നനച്ച് പിന്നെ മണ്ണ് ഇട്ട് കുറച്ച് അതിട്ട് വെള്ളം നനച്ച് ചെടി നടുന്നത് പോലെ തന്നെ അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ പറയുമ്പം ചേട്ടൻ എനിക്ക് ചിത്തേക്ക് ചിലപ്പോൾ എൻ്റെ പണീനെ നീ ചെടി നടുന്നത് പോലെ ആക്കിയില്ലേ എന്നൊക്കെ. എർത്ത് കോമ്പൗണ്ട് ഇട്ട് കുറച്ച് വെള്ളം നിറച്ച് നന്നായി വെള്ളം നനയ്ക്കണം കേട്ടോ. നന്നായി അതിൽ സെറ്റാകാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നുണ്ട്. നന്നായി വെള്ളം നനയ്ക്കണം. അതിന് ശേഷം നമ്മൾ ആ കുഴി എടുത്ത കുഴിയൊക്കെ മൂടിടുക. ഈ കമ്പിയുടെ കുറച്ച് ഭാഗം പുറത്ത് കാണണം. അതാണ് ഇതിൻ്റെ ഒരു തിയറി. ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളങ്ങനെ എർത്തിങ് കൊടുത്തു. അപ്പോൾ നമ്മൾ എർത്തിങ് മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിന് എന്തോ ഒരു കംപ്ലയിൻറ്റ് വന്നു, എന്തോ മിസ്സിങ് വന്നു. അപ്പോൾ പിന്നെ പുതിയത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുതിയത് കൊടുത്തതാണ്. സ്വന്തമായിട്ട് നമുക്ക് ഇലക്ട്രീഷ്യനുള്ള കാരണം പിന്നെ പ്രശ്നമില്ലല്ലോ കൊടുക്കാൻ. അപ്പോൾ സംഭവങ്ങൾ മേടിച്ചാൽ മതി. അപ്പോൾ എർത്തിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഫാൻ ഒരെണ്ണം ഫിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഹാളിൽ ഫാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹാളിൽ ഫാൻ ഉണ്ടായിരുന്നു, 2 ഹോളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിറ്റിംഗ് റൂം പോലെയുള്ള ആ ഒരു സ്ഥലത്ത് ഫാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ചൂടാണല്ലോ. അയ്യോ, ചൂടെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വീട്ടിൽ നിൽക്കുന്ന കാരണമാണോ എനിക്കെന്ന് അറിയില്ല. നമ്മൾ ജോലിക്ക് ഞാൻ ഇത്ര നാൾ പോയിരുന്നപ്പോൾ എനിക്ക് ഇത്ര ചൂടൊന്നും അനുഭവപ്പെട്ടിരുന്നില്ല. അപ്പോഴേക്ക് ഏത് ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു അവൻ ഫാൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവൻ ഫാൻ ഫിറ്റ് ചെയ്യണ പോലെയായിരുന്നു. സ്ക്രൂ ഡ്രൈവറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവൻ ഫാനുമായിട്ട് പണിതായിരുന്നത്. അത് കഴിഞ്ഞിതിപ്പോൾ ഞങ്ങളുടെ റൂമിലത്തെ ഫാനാണ്. ഫാൻ പുതിയതിട്ടിട്ട് അത് ഊരിയിട്ട് ഹോളിലേക്ക് ഇടാനുണ്ടായത് കേട്ടോ. കാരണം ഏദൂസ് തീരെ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പം അതിന് ശേഷം അവന് 4 മണിയപ്പോൾ പാപ്പൊക്കെ കൊടുത്തു, പഴമാണ് കൊടുത്തത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഇപ്പോൾ സ്പെഷ്യലായിട്ടുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ അടിച്ച് ചെയ്തത്. നമ്മൾ ഡെയിലി റൊട്ടീൻ അല്ലാതെ അത് വിട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ഞങ്ങൾ ഞായറാഴ്ച അവസാന തിരുനാളിന് പോയപ്പെടുത്ത ഫോട്ടോസാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.